الحمد لله الحمد لله رب العالمين الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, നമ്മളെല്ലാവരും നമ്മൾക്കറിയുന്നതും അറിയാത്തതുമായ സകല പ്രപഞ്ചങ്ങളുടെയും സർവ സംവിധാനങ്ങളുടെയും സൃഷ്ടികർത്താവും പരിപാലകനും സംരക്ഷകനുമായ സർവോപരി അർഹമുള്ളായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നിഷ്ഠാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം പതിവായി പാലിച്ചും സൂക്ഷിച്ചു തികഞ്ഞ തഖ്വയിൽ അധിഷ്ഠിതമായ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ കുടുംബങ്ങളും ഒത്തൊരുമിച്ച് പ്രാർത്ഥനാപൂർവ്വം പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈദുൽ അദ്ഹ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല ദിവസങ്ങളുടെ എല്ലാ ഹൈറും ബർക്കത്തും നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സമുദായത്തിനും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഉജ്ജ്വലമായ എക്കാലത്തും എല്ലാവർക്കും ആവേശം പകരുന്ന സ്മരണകൾ അത് നമ്മെ ഉണർത്തേണ്ടതുണ്ട്, ഉത്ബുദ്ധരാക്കേണ്ടത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം? അത് വർഷത്തിൽ ഒരു ദിവസം ഓർക്കപ്പെടേണ്ട ആളല്ല. നിത്യജീവിതത്തിൽ നിരന്തരം അദ്ദേഹത്തിൻ്റെ സ്മരണ നമ്മളിലേക്ക് കടന്നു വരുന്നു. സലാത്തുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ സലാത്ത്, അതിന് കെട്ടിയുണ്ടാക്കിയ സലാത്തല്ല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതുമായ സലാത്ത്, അത് ഇബ്രാഹിമി സലാത്താണ്. നമ്മൾ തശഹുദിൽ അത്തഹിയാത്തു എന്ന് നമ്മൾ നാടന്മാർ പറയുന്ന തശഹുദിൽ ആ സലാത്താണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിത്യം നിരന്തരം പലവട്ടം പതിവായി നമ്മുടെ സ്മരണയിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയിൽ ഉസ്വത്തുൻ ഹസന ഉണ്ടെന്ന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു. എന്താണ് അദ്ദേഹത്തിൻ്റെ മാതൃക? അത് എല്ലാ മേഖലകളിലേക്കും മാതൃക. ഞാൻ ആദ്യം ചെറുപ്പക്കാരിൽ നിന്ന് തുടങ്ങുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് പാരമ്പര്യമനുസരിച്ച് വമ്പിച്ച സൗകര്യങ്ങളുള്ള ഒരു വലിയ അധികാര പീഠമാണ്. ബാപ്പാക്ക് ശേഷം അനന്തരമെടുത്ത് സസുഖം വാനകളാവുന്ന ഒരു ചുറ്റുപാടാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അതൊക്കെ നിരാകരിക്കുക, എടുത്തിച്ചാട്ടമല്ല, തീവ്രവാദവും അല്ല. അദ്ദേഹം ചോദിച്ചു,
നമ്മളൊക്കെ നാടിന്റെ പല ഭാഗത്തും പോയി പ്രസംഗിക്കും, ഒരേ ആരോടും ഒന്നും പറയുകയില്ല. അങ്ങനെയല്ല. ചാരിറ്റി ബിഗിൻസ് ഫ്രം ഹോം എന്നാണല്ലോ പ്രോവർബ്. ഇബ്രാഹിം അലൈഹി സ്വലാം ആദ്യമായി ചോദ്യം ചെയ്യുന്നത് അത് മാന്യമായിട്ടാണ്. വന്യവിവാഹം മാ തഅബുദൂ, നിങ്ങൾ എന്തിനെയാണ് വണങ്ങുന്നത്? നിങ്ങൾ എന്തിനോടാണ് പ്രാർത്ഥിക്കുന്നത്? ചോദ്യം ചെയ്യും. അതിൽ നമുക്ക് മാതൃകയുണ്ട്. പിതാവിൻ്റെയും കൂടെയുള്ളവരുടെയും മറുപടി എന്താണ്? ഇത് ഞങ്ങളുടെ കാക്ക കാരണവന്മാർ നടത്തി വന്നതാണ്. ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ അറാഗിബുൻ അംദാൻ ആലിഹതി യാ ഇബ്രാഹിം, ഞങ്ങളുടെ ദേവതകളെ നീ തള്ളിപ്പറയാണ്. ഞങ്ങൾ ഇത് സ്വന്തമല്ല, ഞങ്ങളുടെ പൂർവികർ കാക്ക കാരണവന്മാർ ചെയ്തതാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ സമുദായം അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ കുടുംബം ഒരു പാരമ്പര്യവാദമാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ പാരമ്പര്യം അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ച് ഒതുങ്ങിക്കൊടുകയാണെങ്കിൽ വമ്പിച്ച സൗഭാഗ്യങ്ങൾ ഭൗതികമായ അർത്ഥത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായി. ആ സൗഭാഗ്യങ്ങൾ അത്രയും പുറങ്കാല് കൊണ്ട് തട്ടിമാറ്റിയിട്ട് അഫറായിത്തും മാകുന്തും തഅബുദൂന അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദേവതകൾ, വിഗ്രഹങ്ങൾ, അതുണ്ടല്ലോ, അത് എന്നെ സംബന്ധിച്ചോളം ശത്രുവാണ്. ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹു ഒഴികെ കണ്ടതെല്ലാം എനിക്ക് ശത്രുവാണ്. എന്നിട്ട് റബ്ബുൽ ആലമീന മനോഹരമായി അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുതഇമുനീ വയസ്ഖീൻ വഇദാ മരിത്തു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനീ സുമ്മ യുഹ്യീൻ വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. ഇത്രയും കാര്യം റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാണ്, എന്നെ പടച്ചിരിക്കുന്നു, എന്റെ അതിജീവനത്തിന് ആവശ്യമായ എല്ലാ ഹിദായത്തുകളും മാർഗദർശനങ്ങളും എനിക്ക് എഴുതിയിരിക്കുന്നു. എനിക്ക് ആഹാരം തന്നു, എനിക്ക് പാനീയങ്ങൾ നൽകി, എനിക്ക് രോഗം ബാധിച്ചാൽ എന്നെ സുഖപ്പെടുത്തുന്നു, ഇനി എന്നെ മരിപ്പിച്ചാൽ പിന്നെയും ജീവിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ ആ ഏകമഹാശക്തിയുടെ കാരുണ്യത്തെയാണ് ഞാൻ പ്രതീക്ഷിച്ചെപ്പോഴും കഴിയുന്നത്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. പ്രിയപ്പെട്ടവരെ, ഇത് മാതൃകയാണ്. നമ്മളിൽ എത്ര പേർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ മാതൃകയെ പിൻപറ്റുന്നുണ്ട്? അതല്ല, മുന്നിൽ പോയ പശുവിന്റെ പിന്നാലെ പോകുന്ന മറ്റു പശുക്കളായി നമ്മൾ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ചുറ്റുപാടുമുള്ള അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും നിശിതമായി നിരൂപണം ചെയ്ത് ചോദ്യം ചെയ്യാൻ എക്കാലത്തെയും ചെറുപ്പക്കാർക്ക് ഉജ്ജ്വലമായ ആവേശം നൽകുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മുടെ മില്ലത്ത്, നമ്മുടെ ഈ സരണി, നമ്മുടെ ഈ നാഗരികത, നമ്മുടെ പാരമ്പര്യം. മില്ലത അബീകും ഇബ്രാഹിം വസമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്താണ്. എങ്ങനത്തെ ഇബ്രാഹിം? അബീകും, നിങ്ങളുടെ പ്രപിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം. അതിനെയാണ് അല്ലാഹു തആല നിങ്ങളെ വിളിച്ചത് മുസ്ലിമീൻ. ഇപ്പോഴല്ല, മിൻ ഖബ്ലു വഫീ ഹാദാ, പണ്ടും ഇപ്പോഴും. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരിൽ അലൈഹിസ്സലാം എന്ന് പ്രാർത്ഥന പറഞ്ഞ് അങ്ങനെ ഒതുക്കാമെന്നാണോ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്? അങ്ങനെയാണ് ഇപ്പോൾ വേണ്ടപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മൾ അനുസരിക്കേണ്ടവരെ, നമ്മൾ മാനിക്കേണ്ടവരെ ഒതുക്കി നിർത്തുകയെന്നുണ്ട്. അതിന് ഒരു സലാത്ത് നമ്മൾ ചെല്ലുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് അവസാനം നാടുകൾ മാറി മാറി സഞ്ചരിക്കുക, ദേശത്യാഗം. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ, ഭരണാധികാരികൾ, നാടിന്റെ സുരക്ഷ എന്ന വാദമാണ് അവസാനമായി അന്നും ഇന്നും ഉന്നയിക്കുന്നത്. അപ്രിയ സത്യങ്ങളെ, തിക്ത സത്യങ്ങളെ ഒതുക്കാൻ
തമസ്കരിക്കാൻ ഉപയോഗിക്കുന്നത് മാത്രം നാടിന്റെ സുരക്ഷ. ശിർക്കിന്റെ വിഷയത്തിൽ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും പറയുന്നത്. അല്ലറ ചില്ലറ വ്യത്യാസം ഉണ്ടെന്ന് മാറ്റി നിർത്തിയാൽ മൊത്തത്തിലും തത്വത്തിലും ശിർക്കിന്റെ ദുശക്തികളുടെ ഭാഗം ഒന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രിയപ്പെട്ട നാടുകൾ ത്യജിച്ചു, കുടുംബത്തെ ത്യജിച്ചു, പിന്നീട് സ്വദേശത്തെയും ത്യജിച്ചു. കാരണം സ്വദേശം എന്നത് നമ്മളുടെ കൽവിൽ ഒരു വിഗ്രഹമായി കടന്നുകൂടാം. പാരമ്പര്യം ഒരു വിഗ്രഹമാകാത്തതുപോലെ സ്വദേശം, പുതിയ ഭാഷയിൽ നാഷണലിസം, ദേശീയത, അത് വിഗ്രഹമാകാൻ പാടില്ല. അങ്ങനെ പറ്റില്ല. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? ദേശീയതയെ, നാഷണലിസത്തെ വിശുദ്ധവൽക്കരിച്ച്, വിഗ്രഹവൽക്കരിച്ച്, ഒലിപ്പിച്ച് കാണിക്കുക. എന്നിട്ടോ നാട്ടിലെ സകല പൗരന്മാരെയും ഈ ദേശീയത എന്ന വിഗ്രഹത്തിന്റെ ഉപാസകരാക്കി മയക്കിക്കിടത്തുക. ഇന്നും അത് തന്നെയാണ്. ഈ നാളെയും ശിർക്കിന്റെ ദുശക്തികൾ അവലംബിക്കാവുന്ന സൂത്രം, കുതന്ത്രം ഇത് തന്നെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം നാം സ്വദേശം വെടിയും ഒരിടത്തല്ല പലയിടത്തേക്കായി മാറി മാറി പറയാൻ, അതുവഴി ദേശീയത എന്ന വിഗ്രഹത്തെയും അദ്ദേഹം തച്ച് തകർത്തു. നേരത്തെ പാരമ്പര്യം എന്ന വിഗ്രഹത്തെ. അങ്ങനെ കാലം ഈ പ്രബോധന പ്രചരണ പ്രയോഗവൽക്കരണ മാർഗത്തിൽ ത്യാഗപൂർവം മുന്നോട്ട് പോകുമ്പോൾ വാർദ്ധക്യകാലമെത്തി. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, എനിക്ക് ശേഷവും ഈ ദൗത്യം തുടരാൻ എനിക്കൊരു സദ്വൃത്തനായ പിൻഗാമിയെ തരണമേ റബ്ബേ. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, അല്ലാഹു പറയുകയാണ്, നാം അദ്ദേഹത്തിന് ക്ഷമാശീലനും സൗമ്യനുമായ ഒരു പുത്രനെ നൽകി. സന്തോഷിച്ചു. ചരിത്രം സംശയിച്ച് പറയും. കാരണം സ്വാഭാവികമായിട്ടും വാർദ്ധക്യകാലത്ത് എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച എൻ്റെ സഹധർമ്മിണി എനിക്ക് വളരെ പ്രിയപ്പെട്ടവളായിരുന്നു. തർക്കമില്ല. ഇക്കാലം കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടിയായിട്ടില്ല. അങ്ങനെ ഒരു സന്താന സൗഭാഗ്യം കിട്ടിയത് ഈ സഹധർമ്മിണിയിലൂടെയാണ് എന്നത് ആരെ മനസ്സിലും ഒരു വല്ലാത്ത സന്തോഷവും വികാരവും ഉണ്ടായി. അങ്ങനെ പത്നിയും പുത്രനും കൽവിലൊരു വിഗ്രഹമായി മാറുന്നുണ്ടോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ജനതതികൾക്ക് മാതൃകയായി എക്കാലവും ഉയർന്നു നിൽക്കേണ്ട, ശോഭിച്ചു നിൽക്കേണ്ടുന്ന മഹാപുരുഷനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു ഉത്തരവിട്ടു. ആ പിഞ്ചോമന കുഞ്ഞിനെയും അതിൻ്റെ മാതാവിനെയും ജനശൂന്യമായ കത്തിക്കാളുന്ന മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹം ഒട്ടും മടിച്ചില്ല. ഒരു തോൽപാത്രത്തിൽ വെള്ളവും കുറച്ച് കാരക്കയും അവിടെ വെച്ച് ഉമ്മയും മകനെയും അവിടെ ഉപേക്ഷിച്ച് പോവുക. സഹധർമ്മിണി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പോവുക? അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അങ്ങനെയാണല്ലോ, കെട്ടിയോട് ചോദിച്ചിട്ട് കെട്ടിയോ മിണ്ടുന്നില്ലെങ്കിൽ സഹധർമ്മിണി ഒന്നുകൂടി ഒച്ച വർദ്ധിച്ചു. അല്ല, നിങ്ങളോടാ ചോദിച്ചു, നിങ്ങൾ പോകണോ? മിണ്ടുന്നില്ല. വീണ്ടും ചോദ്യം ആവർത്തിച്ചു. മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇത്തിരി രോഷത്തോടു കൂടി ഹാജറ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല നിങ്ങളെ ഇഷ്ടമാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഒരു പെണ്ണിന് അത് ഭാര്യയാണെങ്കിൽ പോലും അനുസരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പറയാനുണ്ട്. ഭർത്താവായ നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ ഇഷ്ടവുമാണെങ്കിൽ എനിക്ക് രണ്ട് പറയാനുണ്ട്. അല്ല, നിങ്ങൾ റബ്ബാണോ? അത് റബ്ബ് പറഞ്ഞിട്ടോ. ഇതെല്ലാം ശരി, അങ്ങനെയാണെങ്കിൽ അള്ളാഹ് നമ്മളെ പാഴിലാക്കില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സഹധർമ്മിയിൽ നമ്മുടെ കുടുംബിനികൾക്ക് മാതൃകയുണ്ട്. ആദർശ മാർഗത്തിൽ കുടുംബനാഥനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബിനി. പിന്നെയും കാലം മുന്നോട്ട് പോയി. നമ്മൾ മക്കളെല്ലാം വണ്ണം വെച്ച് കുറച്ച് തിരക്കടിക്കാൻ പോകുമ്പോൾ നമുക്ക് മോഹം ജനിക്കും. മക്കളെ മണ്ണ് ഉഷാറായിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തിനെങ്കിലും അയക്കാം, എന്തെങ്കിലും ഏൽപ്പിക്കാം എന്നെടുത്തെത്തുമ്പോൾ ഒരു പിതാവിന്, ഒരു മാതാവിന് ഉണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു അഭിമാനവും. കൂടെ കൂട്ടി നടത്താൻ പറ്റുമെന്ന ഘട്ടം എത്തിയപ്പോൾ ഖലീലുള്ളാഹിക്ക് പുതിയ ഉത്തരവ്. എന്താണ്? ഓമനപുത്രനെ അറുക്കണം. സ്വപ്ന രൂപത്തിലാണ് വഹി. അമ്പിയാക്കൾ സ്വപ്നം വഹിയാണ്. ആ സ്വപ്നം പലവട്ടം ആവർത്തിച്ചു. അപ്പൊ എന്ത് ചെയ്തു?
ഇബ്രാഹിമേ, നീ മകനെ അറക്കണം എന്ന് അള്ള കൽപ്പിച്ചപ്പോ ബാപ്പ എന്ത് ചെയ്തു? ഇസ്മായിലെ വാ, എന്തിനാ കിടക്കണം? അങ്ങനെയുണ്ടല്ലോ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള രക്ഷിതാക്കൾ. ഞാൻ പറയും നിങ്ങൾ അനുസരിക്കണം എന്ന പോലത്തിൽ. അങ്ങനെയല്ല, കൽപ്പന അള്ളാഹുവിന്റെയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും പുത്രന്റെ മാതാവിന്റെയും ഒക്കെ റബ്ബായ അള്ളാഹിന്റെതാണ്. അതിന് പിന്നെ വലിയ ആലോചന എന്തിനാ എന്ന് നമുക്ക് ചോദിക്കാം. സൂറത്തു സാഫാത്തിൽ അള്ളാഹു തആല പറയാണ്, എന്താ പറയുന്നത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഗൃഹയോഗം പോയി. ഗൃഹയോഗം എന്ന് പറഞ്ഞാൽ പുതിയ പ്രയോഗം മാത്രമാണ്. പക്ഷെ വീട്ടിൽ കൂടിയാലോചന സംസ്കാരം വേണം. വീട്ടിൽ ജനാധിപത്യം വേണം. നാട്ടിൽ പോലെ വീട്ടിലാണ് തുടങ്ങേണ്ട ജനാധിപത്യം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയാണ്, യാ ബുനയ്യ വത്സലപുത്ര. മക്കളെ സംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇബ്രാഹിമിന്റെ മാതൃകയുണ്ട്. പാപ്പയാ ഞാനങ്ങ് പറയും, ഇനി അനുസരിച്ചാൽ മതി, അധികം നാമൂം ശറക്കണ്ടെന്നാണല്ലോ നമ്മൾ പറയും. അങ്ങനെ വത്സലപുത്ര. ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മക്കളുള്ള സ്നേഹം പുറത്ത് കാണിച്ചാൽ കുട്ടികൾ തലയിൽ കയറും. അങ്ങനെയൊക്കെ പറയുന്നതാണ്. ഇവിടെ അങ്ങനെ സ്നേഹം കാണിക്കേണ്ടോ തലയിൽ കയറും. വിഡ്ഢിത്തം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, പ്രകടിപ്പിക്കുക തന്നെ വേണം. യാ ബുനയ്യ. ഖുർആൻ പലരും മക്കളെ സംബോധന ചെയ്തതാണ്. പേരന്റിങ്ങിന്റെ ഒന്നാമത്തെ പാഠം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്നി അറാഫിൽ മനാമി അന്നീ അസ്ബഹ്. എനിക്ക് സ്വപ്നം വഴി സന്ദേശം കിട്ടിയിട്ടുണ്ട്, നിന്നെ അറക്കണം. സ്വാഭാവികം ബാപ്പയും മോനും വർത്താനം പറയുമ്പോൾ എൻ്റെ ഒരു സങ്കല്പത്തിൽ കുറച്ച് ഭാവനയുമാണ്. കുടുംബിനി വന്നു നോക്കും, എന്താണ് ആ ഉപ്പയും മോനും തമ്മിൽ ഒരു ആലോചന. എന്റെ സങ്കല്പത്തിൽ അങ്ങനെ. ശാരക്കാലില് ഹാജരാകുകയല്ല. എന്താ പറയുന്നത്? ലാളിച്ചോമനിച്ച് വളർത്തിയ ഏകപുത്രനെ ആക്കണം. സാധാരണയിൽ എന്താ പറയുക? കാക്ക, നിങ്ങൾ വല്ല പേക്കിനാവും കണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ പോയി കാണും. എന്തെങ്കിലും നിങ്ങൾ വർക്കത്തിൽ കണ്ടു എൻ്റെ മോൻ അറുക്കാൻ. അങ്ങനെ ഒരു സംഭാഷണം നടന്നതേയില്ല. ഇബ്രാഹിം ചോദിക്കാൻ ഫന്ദുർ മാതാ തറ. മോനെ, ഇന്റെ അഭിപ്രായം എന്താ? ഈ അഭിപ്രായം എതിരായി പറഞ്ഞാൽ അറക്കണ്ടിരിക്കാനാണ്. അല്ല, കൂടിയാലോചനയുടെ ശീലമാണ്. കൂടിയാലോചനയുടെ വിശാലമായ ഒരു തലമാണ് മോനെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരുമാനം പോലും അവരുടേത് കൂടി ആക്കി മാറ്റിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം കുടുംബജീവിതത്തിൽ. ഞാനങ്ങ് പറയും, നീ അങ്ങ് അനുസരിച്ചേച്ചാൽ മതി എന്ന സ്വേച്ഛാധിപത്യപരമായ ലൈൻ കുടുംബത്തിൽ ഉണ്ടാവരുത്. അതാണ് ഇബ്രാഹിം സുന്നത്ത്. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മാതൃക. അപ്പൊ ആ അന്തരീക്ഷത്തിൽ പുതിയ ഭാഷയിൽ മാന്യമായ ജനാധിപത്യ സംസ്കാരത്തിൽ വളരുന്ന കുട്ടി എന്തായിരിക്കും? ഇസ്മായിലായി മാറും, ഉറപ്പാണ്. ഇസ്മായിൽ അലൈഹി സ്വലാം പറഞ്ഞു, യാ അബത്തി ഫഅൽ മാ തുഅ്മർ. വന്യപിതാവേ, ഇഫ്അൽ മാ തുഅ്മർ. അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് നടപ്പാക്കിയാൽ ഇംപ്ലിമെന്റ് ചെയ്തു. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇൻഷാ അല്ലാഹ് എന്നെ നിങ്ങൾക്ക് നല്ല ക്ഷമാൽക്കയുടെ കൊടുപ്പിൽ കാണാം. ഖുർആൻ സംഭവങ്ങൾ വിശദീകരിക്കുന്നില്ല. ഖുർആന്റെ ശൈലി ആറ്റി കുറുക്കി സംക്ഷേപിച്ച് പറയാനുണ്ട്. മകനെ അറക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഉമ്മ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി വാപ്പാനെ ഏൽപ്പിക്കുക. എവിടെയെങ്കിലും പോകുമ്പോഴേ മക്കളെ കൂടെ ആർക്കും ഉമ്മാരും എല്ലാവരാക്കി കൊടുക്കും. അതൊക്കെ ചെയ്യുക. എന്നിട്ടോ ഒരു കൈ മകനെ പിടിച്ചുകൊണ്ട് മറു കൈയിൽ കയറും കത്തിയുമായി പോവുക. മാതാവ് നിറകണ്ണുകളോടെ കൺവെട്ടത്തിന് മായുവോടും നോക്കി നിൽക്കുന്നു. അതാണ് ഇതിന്റെ അവസാനത്തെ കാഴ്ച. ഞാൻ എൻ്റെ മകൻ പോകുന്നത് നന്നായിട്ടൊന്ന് കാണട്ടെ. അടക്കുന്ന സ്ഥലത്തെത്തി. ഇതൊക്കെ തഫ്സീറിലുള്ളതാണ്. അറിവിൽ ഒരുങ്ങുക, നിങ്ങളുടെ ഒരുക്കത്തിലാണ്. മകൻ പറയുന്നു, ഉപ്പ നിങ്ങളെ തുണിയൊന്ന് കയറ്റി കൊടുക്കും. ഇപ്പൊ തുകിൽ തടഞ്ഞിട്ട് പ്രയാസമാണ്. ഉപ്പ നിങ്ങൾ എൻ്റെ കയ്യും കാലം കൂട്ടി കൊടുക്കും. സംഗതി എന്തായാലും പ്രാണവേദന വരുമ്പോൾ ഞാൻ പിടഞ്ഞു വരും. അപ്പോൾ നിങ്ങളുടെ അറവുകൾ സംഭവിക്കില്ല. ബാപ്പ നിങ്ങൾ എന്നെ കമഴ്ത്തി കടത്തി അർത്ഥം. കാരണം എൻ്റെ മുഖം കാണുമ്പോൾ അവസാന നിമിഷത്തിൽ നിങ്ങൾ പതറിയെന്ന്. ഇത്രയും സംഭവം സംഭവിച്ചത് തന്നെയാണ്. ഖുർആൻ അതെല്ലാം കൂടി ആറ്റിക്കൂട്ടി പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും മുസ്ലിമായപ്പോൾ മുസ്ലിമായി
നാദൈനാഹു അൻയാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയാ. ഇബ്രാഹിം, താങ്കൾ സ്വപ്നത്തിലുള്ള ആ കൽപ്പന പാലിച്ചിട്ടുണ്ട്. തുടർന്ന് പിൻവാങ്ങി. അതോടെ പറ്റും. ആകാശലോകത്തെ മാലാകമാർ അമ്പരന്ന നിമിഷം സ്തംഭിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഇതെന്താണ് നടക്കുന്നത്? ഇവരെയാണോ ഭൂമിയിൽ നിയോഗിക്കാൻ പോകുന്നതെന്ന് ചോദിച്ച മലക്കുകൾ. അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക എന്ന് പറയാൻ പറഞ്ഞ ഇതിലെ ഇബ്രാഹിം പറഞ്ഞ മലക്കുകൾ എന്താ? ആര് ഈ ഭൂമിയിൽ പ്രതിനിധികളാക്കാൻ പോകുന്നത്? കുഴപ്പവും ഉണ്ടാൻ വേണ്ടി നടത്തുന്ന ആളുകളെയാണ്. ഞാനില്ലേ തസ്ബീഹ് ചെയ്തിട്ടും സ്തോത്രം ചെയ്തു വാഴ്ത്തിയും ആ മലക്കുകൾ ആദം അലൈഹിസ്സലാമിന്റെ പരമ്പരയിലെ ഒരു മഹാപുരുഷൻ കാണിച്ച മഹാത്യാഗത്തിന് മുമ്പിൽ അമ്പരന്നു സ്തബ്ധനാണ്. അല്ലാഹു തആല വേറൊരു സംഗതി പകരമായി, അതാണ് ആട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ മാംസദാനം മാത്രമല്ല. ആരെങ്കിലും കുറച്ച് സാധുക്കൾ നല്ല ഇറച്ചി തിന്നോട്ടെ എന്നതല്ല. ഉദ്ഹിയ്യത്തിന്റെ വികാരം, ഉദ്ഹിയ്യത്തിന്റെ സന്ദേശം വഹിക്കാതെ നടത്തുന്നത് കേവലം മാംസം ദാനം ചെയ്തു എന്നതിലപ്പുറം ഒന്നുമല്ല. വേണ്ടി വന്നാൽ എനിക്ക് പ്രിയപ്പെട്ട എന്തിനേയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാൻ, സമർപ്പിക്കാൻ ഞാനും നിങ്ങളും സർവാത്മന സന്നദ്ധരാകണം എന്ന ഒരു സന്ദേശമാണ് ആ ബലിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, ഖലീലുല്ലാഹിന്റെ ഖുർആൻ ഒരുപാട് പ്രയോഗങ്ങൾ വിശേഷിപ്പിച്ചു. അതൊക്കെ അർത്ഥപൂർണമാണ്. കുത്തുബയുടെ ദൈർഘ്യം ഭയങ്കര അതൊന്നും ഞാൻ വിശകലനം ചെയ്തു. പക്ഷെ ഇബ്രാഹിം നബി ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു ഉമ്മത്തായിരുന്നു. ഖുർആൻ സൂറത്തുൽ നഹ്ലിൽ പറയുന്നു, എങ്ങനത്തെ ഉമ്മത്ത്? ഖാനിതൻ ബില്ലാഹി, അല്ലാഹുക്ക് ഭയപ്പെട്ട ഒരു ഉമ്മത്ത്. ഒരു വ്യക്തിയെ പറ്റി ഏറ്റവും വലിയ വാക്കാണ്, അദ്ദേഹം ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു പ്രസ്ഥാനമായിരുന്നു. അതൊക്കെ നമ്മളിപ്പോ ആലങ്കാരിക പ്രയോഗമായി പറയുകയാണെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും മാതൃകയാകേണ്ട ജീവിതത്തിൽ അത് അങ്ങനെയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ചെയ്ത അനുഗ്രഹങ്ങളിൽ എപ്പോഴും കൃതജ്ഞാലുവായിരുന്നു, നന്ദിയുള്ളവനായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മാതൃക എന്നതിനകത്ത് സ്വാംശീകരിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ തന്നുകൊടുന്നല്ല പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെയാണ്. ഈ കോടതിയിലൊക്കെ പെറ്റീഷൻ സമർപ്പിക്കുമ്പോൾ ആദ്യം ഗ്രൗണ്ട് വഴി ദീർഘമായി 1, 2, 4, 6 വന്നു. അപ്പൊ ജഡ്ജി സമർപ്പിക്കും വാട്ട് ഈസ് ഹിസ് പ്രയർ, എന്താണ് അയാളെ ആവശ്യം, അതൊന്ന് ചുരുക്കുമ്പോൾ അപ്പോഴാണ് അടിയുണ്ടാവും പ്രയർ എന്ന് പറഞ്ഞു. അതുപോലെ വെറും പ്രയർ മാത്രമായില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മറിച്ച് അള്ളാഹുവുമായുള്ള ഹൃദയപൂർവ്വമുള്ള ഉള്ളുരുകിയ സംഭാഷണമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനകൾ. നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെയാവാൻ നമ്മൾ ശ്രമിക്കണം. ഇബ്രാഹിം പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹി അൽദി വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. നേരത്തെ വാർദ്ധക്യത്തിൽ എനിക്ക് സന്താനത്തെ പ്രദാനം ചെയ്ത അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതി. അല്ലാഹു തന്ന നിഅമത്തുകൾ എടുത്തുദ്ധരിച്ച് നന്ദി രേഖപ്പെടുത്താൻ നമ്മുടെ പ്രാർത്ഥനകളിൽ സമയം കണ്ടെത്തണം. ആവശ്യങ്ങൾ ബോധിപ്പിക്കുന്നതിനപ്പുറം റബ്ബേ, ഇന്നാലിന്ന ഘട്ടങ്ങളിലെല്ലാം ഇന്ന രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വഴിതെളിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഉത്തരം മുട്ടിയപ്പോൾ, മാർഗം മുട്ടിയപ്പോൾ ഒക്കെ നീ എന്നെ സഹായിച്ചു റബ്ബേ, അതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിൽ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്തോർത്ത് വിലമതിച്ച് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനാ സംസ്കാരവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാതൃക. അർഹമുറാഹിമായ റബ്ബ് ഖലീലുല്ലാഹിയുടെ മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ കുടുംബജീവിതവും വ്യക്തിജീവിതവും പൊതുജീവിതവും പരമാവധി ഇസ്ലാമീകരിക്കാനുള്ള ഉൾക്കാഴ്ചയും ഉൾക്കരുത്തും നൽകി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഉടപ്പറപ്പുകളെയും നമ്മുടെ മക്കളെയും പേരക്കുട്ടികളൊക്കെ അനുഗ്രഹിക്കുമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ
അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സന്തോഷിക്കാൻ പറഞ്ഞ സുദിനത്തിലാണ്. നമ്മളൊക്കെ സന്തോഷത്തിലുമാണ്. അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുമാണ്. എന്നാൽ ആ സന്തോഷത്തിന് കുറേ പരിമിതിയുണ്ട്. എങ്ങനെയാണ് നമ്മളിപ്പോൾ കുട്ടികളെ കൂട്ടി ഇങ്ങനെ വരുമ്പോൾ, നമ്മുടെ സഹോദരങ്ങൾ അങ്ങ് ഗസയിൽ തെക്ബീർ ചെല്ലുമ്പോൾ അവരുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നത് ഇക്കഴിഞ്ഞ 1.5 വർഷത്തിൻ്റെ ഇടയിൽ തങ്ങളുടെ പിഞ്ചോമന മക്കൾ പിടഞ്ഞു മരിച്ച രംഗങ്ങൾ ഓർത്തുകൊണ്ടാണ് അവർ തെക്ബീർ ചെല്ലുന്നത്. ഒരു സന്താനമല്ല, 4ഉം 5ഉം മക്കൾ, 8ഉം 9ഉം മക്കൾ ഒക്കെ ഓരോ മാതാപിതാക്കൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് സ്ത്രീകൾ വൈദവ്യത്തിന്റെ വേദനയുമായിട്ടാണ് തെക്ബീർ ചെല്ലുന്നത്. അവരുടെ കുടുംബനാഥന്മാർ ക്രൂരമാംവിധം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരുപാട് മക്കൾ അനാഥത്വത്തിന്റെ വേദനയും കയറിക്കൊണ്ടാണ് അവിടെ തെക്ബീർ ചെല്ലുന്നത്. അവരോട് ചേർന്ന് നിൽക്കാതെ അവരുടെ വികാരത്തെ നമ്മുടെ വികാരമാക്കി മാറ്റാൻ, അഥവാ തന്മയി ഭാവത്തോടുകൂടി അവരെ ഉൾക്കൊള്ളാതെ നമ്മുടെ പെരുന്നാളിന് അർത്ഥമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ട മില്ലത്ത് ഇബ്രാഹിമിൽപ്പെട്ട 10,000-കണക്കിന് സഹോദരങ്ങൾ, പിഞ്ചുകുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, കുടുംബനാഥന്മാർ അതിക്രൂരമാം വിധം, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ കൊല്ലപ്പെടുമ്പോൾ അതിന് നേരെ ചിത്രം കാണുന്ന ലാഘവത്തോടെ ഇരിക്കാൻ നമുക്കാവില്ല. അങ്ങനെ ആവരുത്. ഒരുപക്ഷെ നമുക്കവിടെ നേർക്ക് നേരെ പോയി ഇടപെടാൻ കഴിയില്ല. എങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിൽ അവർക്ക് വലിയ പങ്ക് നൽകണം. ഗസയിലെ അതിന്റെ പരിസര പ്രദേശങ്ങളിലെ, അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ, ഉയ്ഗൂറിൽ, ചൈനയിലെ ഉയ്ഗൂറിൽ, മ്യാൻമറിൽ, ഇങ്ങേറ്റം കാശ്മീരിൽ വരെ നമ്മുടെ സഹോദരങ്ങൾ വേദന തിന്നു കഴിയുകയാണ്. അതിനോട് ചേർന്ന് നിൽക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇസ്ലാം ഒരു വിശ്വമതമാണ്, മുസ്ലിം ലീഗുകൾ ഒരു വിശ്വ സമുദായമാണ്. ദേശീയതയുടെ, വർഗീയതയുടെ, ജാതീയതയുടെ ഒരു വേലിക്കെട്ടുകളും നമ്മൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലെ, ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അവരെ പിന്തുണക്കുന്നു ലോകത്ത് ഒരുപാട് ആളുകൾ. ന്യായമാണ്. എന്റെ 50 പൈസ അവരെ കൊല്ലാനുള്ള മാരകായുധമായി മാറുന്നുണ്ടെങ്കിൽ പരമാവധി ഞാനത് ബഹിഷ്കരിച്ചുകൊണ്ട്, ഇസ്രായേലുമായി സൗഹൃദം പങ്കിടുന്ന ആളുകളുടെ, സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ട് സാധിക്കുന്നത്ര നാം നമ്മുടെ രോഷം, ന്യായമായ രോഷം പ്രകടിപ്പിക്കുക തന്നെ വേണം. പരിമിതികളുണ്ട്, ശരിയാണ്. എന്നാൽ ആവുന്നത്ര പരിമിതികളുണ്ട്. പരിമിതികൾ ഓർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പരിമിതികൾക്കപ്പുറം കടന്നുകൊണ്ട് നാം ബഹിഷ്കരിക്കേണ്ടവർ ബഹിഷ്കരിക്കണം. അത് വിശ്വാസപരമായ ബാധ്യതയാണ്, ഈമാനിന്റെ ബാധ്യതയാണ്. അപ്പോഴേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഓതിയത് സൂറത്ത് ശുഅറായിലെ ഭാഗവും മറ്റൊന്ന് സൂറത്ത് ഇബ്രാഹിമിലെ ഭാഗവുമാണ്. അതൊക്കെ നമ്മൾ സ്വയം വിസ്തരിച്ച് വിശകലനം ചെയ്ത് പഠിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രഭാഷണം ദീർഘിപ്പിക്കുക എന്നത് മാന്യതയാണ്. അല്ലാഹു തആല നമ്മുടെ സമുദായത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ച് മാറണം. ഇന്ത്യയിൽ ഈ സമുദായം അതിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. അതും നമ്മൾ ശ്രദ്ധയിലുണ്ടാവണം. അല്ലാഹു തആല ഇന്ത്യയിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ചുറ്റുപാടുണ്ടാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, ഈ സുദിനത്തിൽ ഞങ്ങൾ നിന്നോട് കേഴുകയാണ് റബ്ബേ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തെ പരമാവധി ആവഹിക്കാനുള്ള ഒരു തൗഫീഖ്, ഒരു ഉദവി നൽകി ഞങ്ങളെ നീ സഹായിക്കണം അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ മക്കളെയും പേരക്കുട്ടികളെയും, ഞങ്ങളുടെ ഉടപ്പിറപ്പുകളെയും, നമ്മുടെ ബന്ധുക്കൾ അഥവാ മക്കളെ കല്യാണം കഴിച്ച ആളുകൾ, മരുമക്കൾ, പുതിയാപ്പളമാർ, അമ്മായിമാർ, ആരായി ഇവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, റഹ്മാനായ റബ്ബേ,
ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല പേരുകളിലും പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, പല പേരുകളിൽ പല രീതികളിൽ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഉത്തമ താല്പര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും, എല്ലാ കൂട്ടായ്മകൾക്കും, എല്ലാ സംവിധാനങ്ങൾക്കും സംരംഭങ്ങൾക്കും റഹ്മാനായ റബ്ബേ നീ വളർച്ചയും ഉയർച്ചയും വിജയവും നൽകി സഹായിക്കണം. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് പ്രയാസങ്ങൾ. പടച്ച തമ്പുരാനെ, എല്ലാം അറിയുന്നവൻ നീയാണ്, എല്ലാത്തിനും കഴിവുറ്റവൻ നീ മാത്രമാണ്. റബ്ബേ, ഞങ്ങൾ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മക്കൾക്ക് നീ ദിശാബോധം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും നീ ദിശാബോധം നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാം കാര്യങ്ങൾ ഗുണത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് വ്യക്തിജീവിതവും കുടുംബജീവിതവും ഇസ്ലാമീകരിക്കാനുള്ള ഒരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, ഖലീലുള്ളാഹി നടത്തിയ പ്രാർത്ഥന ഓർക്കുകയാണ് റബ്ബേ. വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സന്താനങ്ങളും സമ്പത്തും ഒട്ടുമേ ഉപകരിക്കാത്ത വിചാരണ നാളിൽ നീ ഞങ്ങളെ അപമാനത്തിലാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങളെ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ അപമാനിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ മാനക്കേടിലാക്കല്ലേ അല്ലാഹ്. ആ പരലോകത്ത് ഞങ്ങളോട് നീ കൃപ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഏടുകൾ, ഞങ്ങളുടെ രേഖകൾ ഞങ്ങളുടെ വലതു കീഴിൽ കിട്ടുന്ന സൗഭാഗ്യവാന്മാരെ കൊടുത്ത് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട മാതാപിതാക്കൾ, അവർക്കൊക്കെ നീ കൃപ ചെയ്യണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. അർഹമുർ-റഹീമായ റബ്ബേ, നിന്റെ ദീനിന് വേണ്ടി നിലകൊള്ളാൻ, നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഞങ്ങളുടെ ഉടപ്പർക്കുകൾക്കും എല്ലാവർക്കും റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عيد مبارك، كل عام وأنتم بخير. تقبل الله منا منكم.